സുഷ്മ, പെത്തോളജിസ്റ്റ് ആൻഡ് ഡയറക്ടർ ഡീൻ ഡയഗ്നോസ്റ്റിക്സ് പാലക്കാട്. ഞാൻ ഇന്ന് പ്രീനീറ്റൽ സ്ക്രീനിങ് ടെസ്റ്റിനെ കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ കുട്ടികളെ കുറിച്ച് അനോളം പ്രതീക്ഷകളും ഉണ്ടാവും, പ്രാർത്ഥനകളും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും അല്ലേ. കുട്ടിയോട് ജനിക്കാൻ പോകുമ്പോൾ നമ്മൾ എന്താ എല്ലാവരും വിചാരിക്കുക, ഈശ്വര എൻ്റെ കുട്ടിക്ക് ഒരു കുറവുണ്ടാവരുതേ, നല്ലൊരു കുട്ടിയാവണേ, എൻ്റെ പ്രസവമൊക്കെ സുഖപ്രസവമാവണേ എന്നാണ് നമ്മളെല്ലാവരും ചിന്തിക്കുക. അതിനുവേണ്ടി നമ്മളെല്ലാവരും പ്രഗ്നൻസിയുടെ ആദ്യത്തെ ഘട്ടം മുതൽ തന്നെ കൃത്യമായി ഡോക്ടറെ കാണുകയും അതിനു വേണ്ടിയുള്ള ടെസ്റ്റുകൾ ഒക്കെ ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്താലും ചിലപ്പോൾ കുട്ടി ജനിക്കുമ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും ജനിതക വൈകല്യങ്ങളോ കുട്ടിക്ക് എന്തെങ്കിലും അബ്നോർമാലിറ്റീസോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഈ പ്രീനേറ്റൽ ടെസ്റ്റുകളുടെ പ്രസക്തി. അപ്പോൾ എന്താണ് ഈ പ്രീനേറ്റൽ ടെസ്റ്റ് സ്ക്രീനിങ് ടെസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ പ്രീനേറ്റൽ ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ 2 തരം ടെസ്റ്റുകളാണ്. അത് സ്പെഷ്യലൈസ്ഡ് ടെസ്റ്റാണ്. അതൊരു സ്ക്രീനിങ് ടെസ്റ്റും ഉണ്ട്, കൺഫർമേറ്ററി ടെസ്റ്റും ഉണ്ട്. ഈ സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടിക്ക് ജനിതക വൈകല്യങ്ങൾ, അതായത് ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാവാനുള്ള സാധ്യത എത്രയെന്ന് നിർണ്ണയിക്കുന്ന ടെസ്റ്റുകളാണ്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഒരു ഡൗൺ സിൻഡ്രോം അല്ലെങ്കിൽ മംഗോളിസം എന്ന് പറഞ്ഞ കുട്ടികളെ പറ്റിയിട്ട് അല്ലേ. അത് നമുക്ക് ചിലപ്പോൾ കുട്ടി ജനിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ കുട്ടി മംഗോളാണെന്നുള്ളത്. അതൊരിക്കലും ഒരു ട്രീറ്റബിൾ കണ്ടീഷനല്ല. അതിനേക്കാൾ മാരകമായ ക്രോമസോമൽ അബ്നോർമാലിറ്റീസും ഉണ്ട്. എഡ്വേർഡ് സിൻഡ്രോം, ന്യൂക്ലിയർ ട്രാൻസ്ലൂസൻസി ഡിഫക്റ്റ് എന്നിവയൊക്കെ. ഇവയൊക്കെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ടെസ്റ്റുകളാണ് ഈ പ്രീനേറ്റൽ സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ എപ്പോഴാണ് ഈ ടെസ്റ്റൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുക? നമ്മളുടെ ഗർഭസ്ഥ ശിശുവിൽ കുട്ടി അമ്മയുടെ ബ്ലഡ് എടുത്തിട്ടാണ് ഈ ടെസ്റ്റുകളൊക്കെ കാണാൻ പറ്റുക. അപ്പോൾ എല്ലാവരും ഈ ടെസ്റ്റ് ചെയ്യണം. ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാ ഗർഭിണികളും ഈ ടെസ്റ്റ് ചെയ്തിരിക്കേണ്ടതാണ്. പക്ഷെ എസ്പെഷ്യലി ഏതൊക്കെ ഗർഭിണികളാണ് കൂടുതൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഗർഭിണി 20 വയസ്സിന് താഴെയാണ് അല്ലെങ്കിൽ 30 വയസ്സിന് മീതെയാണ് ഈ കുട്ടിയുടെ ആദ്യത്തെ പ്രസവം എന്ന് വെച്ചാൽ നിർബന്ധമായും ഈ ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ജനിതക വൈകല്യങ്ങൾ എപ്പോഴും കൂടുതൽ കാണുന്നത് 20 വയസ്സിന് താഴെ പ്രഗ്നൻസി ആവണേലും 30 വയസ്സിന് മുകളിൽ പ്രഗ്നൻസി ആവണേലുമാണ്. പിന്നെ റിക്കറൻറ്റ് അബോർഷൻസ്, അതായത് ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് ഗർഭം അലസി പോവുക, അല്ലെങ്കിൽ പിന്നെ ജനിച്ച കുട്ടി ചാപ്പിള്ളയാവുക, അതായത് ഗർഭാവസ്ഥയിൽ തന്നെ കുട്ടി മരിച്ചു പോവുക, അതായത് IUD, ഈ അവസ്ഥയിൽ നമ്മളിത് ചെയ്യേണ്ടതാണ്. പിന്നെ ഇൻഫെർട്ടിലിറ്റിക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കണവർ, പിന്നെ ഇതിന് മുമ്പ് ജനിച്ച കുട്ടിക്ക് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ട്, ഈ കണ്ടീഷൻസിലൊക്കെ നിർബന്ധമായും ഗർഭിണികൾ ഈ ടെസ്റ്റുകൾ പ്രീനേറ്റൽ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. എന്തൊക്കെയാണ് ഈ പ്രീനേറ്റൽ സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്നത്? എപ്പോഴാണ് അവ ചെയ്യേണ്ടത്? ഈ പ്രീനേറ്റൽ സ്ക്രീനിങ് ടെസ്റ്റ് യൂഷ്വലി നമ്മൾ ചെയ്യുക 10 മുതൽ 22 ആഴ്ച വരെ ഉള്ള സമയത്തിലാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടെസ്റ്റിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി കണ്ടാൽ, ഭയങ്കര സിവിയർ ആയിട്ടുള്ള അബ്നോർമാലിറ്റി കണ്ടാൽ നമുക്ക് വേണമെങ്കിൽ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാനും സാധിക്കും. പിന്നെ ഈ ടെസ്റ്റുകളിൽ എന്തൊക്കെ തരം ടെസ്റ്റുകളാണുള്ളതെന്ന് വെച്ചാൽ, മെയിനായിട്ട് ബ്ലഡ് ടെസ്റ്റാണുള്ളത്. അതിൻ്റെ കൂടെ നമ്മളുടെ ആദ്യത്തെ ആഴ്ചകളിലെ സ്കാനും കൂടി റിസൾട്ടും കൂടി എടുത്തിട്ടാണ് നമ്മൾ ഈ ഗർഭിണിയുടെ കുട്ടിക്ക് ഇങ്ങനത്തെ ടെസ്റ്റ് ഉണ്ട് എന്നുള്ളതിന് സാധ്യത നിർണ്ണയിക്കുക. അപ്പോൾ അതിനുള്ള 3 ടെസ്റ്റുകളാണ് മെയിനായിട്ടുള്ളത്. ഡബിൾ മാർക്കർ, ട്രിപ്പിൾ മാർക്കർ, ക്വാഡ്രിപ്പിൾ മാർക്കർ. ഈ ഡബിൾ മാർക്കർ എന്നുള്ള ടെസ്റ്റ് 10 മുതൽ 13 ആഴ്ചയ്ക്കുള്ളിലാണ് ചെയ്യുക. അതൊരു ബ്ലഡ് ടെസ്റ്റാണ്. അതിൽ ബ്ലഡിൽ 2 കോമ്പണൻസിൻ്റെ റിസൾട്ടും പിന്നെ നമ്മുടെ സ്കാൻ റിസൾട്ടും കൂടി ചേർത്ത് വെച്ചിട്ട് നമ്മൾ ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് മംഗോൾ ആവാനുള്ള ചാൻസ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുക. അതിനുള്ള സാധ്യത എത്രയാണെന്നുള്ളത്. ഇത് ഞാൻ പറഞ്ഞു മുമ്പ് തന്നെ, ഇതൊക്കെ ഒരു സ്ക്രീനിങ് ടെസ്റ്റുകളാണ്. കൺഫർമേറ്ററി ആയിട്ട് 100% ഉറപ്പായിട്ട് നമുക്ക് പറയണത് പിന്നെയും വേറെ ചില ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും. രണ്ടാമത്തെ ടെസ്റ്റാണ് ട്രിപ്പിൾ മാർക്കർ. ഈ ട്രിപ്പിൾ മാർക്കർ ചെയ്യുന്നത് നമ്മൾ 16 മുതൽ 22 ആഴ്ചയ്ക്കുള്ളിലാണ് ചെയ്യുന്നത്. അതിന് കൂടാണ്ട് ഇനി വേറൊരു ടെസ്റ്റ് ഉണ്ട്, ക്വാഡ്രിപ്പിൾ മാർക്കർ എന്ന് പറഞ്ഞാൽ. അതിൽ ഈ ട്രിപ്പിൾ മാർക്കറിൻ്റെ കൂടെ വേറെ ഒരു സാധനം കൂടി, ഇൻഹിബിൻ എന്ന് പറഞ്ഞ 4ാമതൊരു കോമ്പണൻറ്റും കൂടി ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ക്വാഡ്രിപ്പിൾ മാർക്കർ കിട്ടുക. അപ്പോൾ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ റിസൾട്ട് കിട്ടുക? നമുക്ക് റിസൾട്ട് എന്താ കിട്ടുക വെച്ചാൽ, നിങ്ങളുടെ ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് ഈ ക്രോമസോമൽ അബ്നോർമാലിറ്റി ഉണ്ടാവാനുള്ള സാധ്യത ലോ ആണോ അതോ ഹൈ ആണോ, അതായത് റിസ്ക് കാറ്റഗറൈസ് ചെയ്യാൻ നമ്മൾ ചെയ്യുക. ലോ റിസ്ക് കാറ്റഗറി, ഹൈ റിസ്ക് കാറ്റഗറി എന്ന് ഇങ്ങനെ 2ആയിട്ട് നമ്മൾ അതിനെ തരംതിരിക്കും.
ഈ റിസൾട്ടും കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനെ കാണുകയാണെങ്കിൽ ഗൈനക്കോളജിസ്റ്റ് ഇപ്പോൾ ഡബിൾ മാർക്കർ ചെയ്തു നിങ്ങളുടെ റിസൾട്ട് ലോ റിസ്ക് ആണ് എന്ന് വെച്ചാൽ ഗൈനക്കോളജിസ്റ്റ് അധികപക്ഷം പറയും നിങ്ങളുടെ കുട്ടിക്ക് ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രഗ്നൻസി ധൈര്യമായി കണ്ടിന്യൂ ചെയ്യാമെന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് പക്ഷേ ഹൈ റിസ്ക് ആണ് കിട്ടണമെങ്കിലോ, ഹൈ റിസ്ക് ആണെങ്കിൽ ഗൈനക്കോളജിസ്റ്റ് പറയും നിങ്ങൾക്ക് ഇനി ട്രിപ്പിൾ മാർക്കർ ചെയ്യണം. അപ്പോൾ പിന്നെ ഇതൊരു സാധ്യതയായിട്ടുള്ളൂ, 90% ഇങ്ങനെ ആവാം എന്നുള്ള സാധ്യതയായിട്ടുള്ളൂ. അപ്പോൾ കൺഫേം ചെയ്യാൻ വേണ്ടി ഉള്ള സ്പെഷ്യലൈസ്ഡ് ടെസ്റ്റ്, അതായത് ആംനിയോട്ടിക് ഫ്ലൂയിഡ് ടെസ്റ്റിംഗ്, അല്ലെങ്കിൽ CVS കോറിയോണിക് പില്ലർ സാമ്പിളിംഗ് തുടങ്ങിയ ടെസ്റ്റുകൾ ഒക്കെ ചെയ്യാം. അപ്പോൾ അത് ചെയ്യാൻ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റ് അഡ്വൈസ് ചെയ്യും. അതിനുശേഷം നമ്മൾക്ക് തീരുമാനിക്കാം വേണം പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യണോ അതോ ടെർമിനേറ്റ് ചെയ്യണോ എന്നുള്ളത് ഡോക്ടർ പറഞ്ഞുതരും. അപ്പോൾ നമുക്കൊരു ഭയങ്കര സമാധാനമാണല്ലോ, നമ്മുടെ കുട്ടിക്ക് ഒന്നുമില്ല, അസുഖമൊന്നുമില്ല, ഉണ്ടാവാനുള്ള ചാൻസ് വളരെ ഇല്ലാതെ പറഞ്ഞാൽ നമുക്ക് മനസ്സമാധാനം ഉണ്ടല്ലോ. ജീവിതകാലം മുഴുവൻ ജനിച്ചതിന് ശേഷം ഒരു മംഗോൾ കുട്ടിയും കൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ആ അച്ഛനമ്മമാരുടെ മനസ്താപം അല്ലെങ്കിൽ മനോവിഷമം എത്രയായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഇങ്ങനെ ഒരു ടെസ്റ്റുകൾ ഉണ്ടാകുമ്പോൾ അത് നിർബന്ധമായും എല്ലാ ഗർഭിണികളും ചെയ്യേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു.